വകുപ്പ് വിഭജനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്വന്തമാക്കിയത് നിർണായക വകുപ്പുകൾ. ആഭ്യന്തരവും ഐടിയും വിട്ടു നൽകിയെങ്കിലും VDS കരുത്തൻ തന്നെ. അനിൽകുമാറും ലിജുവും KC പക്ഷക്കാരായി നേട്ടമുണ്ടാക്കിയപ്പോൾ സണ്ണി ജോസഫിന് നിരാശ. മുസ്ലിം ലീഗിൽ ഗഫൂറിനെ അതിജീവിച്ച് PK ബഷീർ. കേരളത്തിന്റെ വികസന കുതിപ്പ് ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പ് വിഭജനം. ലക്ഷ്യം കണ്ടാൽ കേരളം അടിമുടി മാറും. കേരള രാഷ്ട്രീയത്തിൽ 10 വർഷത്തിനുശേഷം അധികാരത്തിലേറിയ VD സതീശൻ സർക്കാർ വകുപ്പുകൾ വെച്ചുമാറിയപ്പോൾ നേട്ടം കൊയ്തത് മുഖ്യമന്ത്രി തന്നെ. ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും സർക്കാരിന്റെ ടോട്ടൽ കൺട്രോൾ തന്ത്രപരമായി നിലനിർത്തുന്നതിനായി മുഖ്യമന്ത്രി നടത്തിയ വകുപ്പ് വിഭജനത്തിൽ AICCയുടെയും പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെയും ശക്തമായ ഇടപെടലാണ് ദൃശ്യമായത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് സ്വന്തം കയ്യിൽ വെച്ച സതീശൻ വികസന സ്വപ്നങ്ങൾക്ക് വേഗത കൂട്ടാൻ നിയമം, തുറമുഖം, റെയിൽവേ വകുപ്പുകളും കൈപ്പിടിയിലാക്കിയിട്ടുണ്ട്. KC പക്ഷക്കാരായ അനിൽകുമാറും ലിജുവും അതൃപ്തികളിലൂടെ വകുപ്പ് വിഭജനത്തിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് നിന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കാര്യമായ നഷ്ടമുണ്ടായി. റവന്യൂ വകുപ്പ് ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഒടുവിൽ ലഭിച്ചത് വൈദ്യുതി വകുപ്പാണ്. KCയുടെ വിശ്വസ്തനായ AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകാൻ ഡൽഹിയിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം വരികയായിരുന്നു. ആദ്യം വച്ചു നീട്ടിയ വൈദ്യുതി വകുപ്പിൽ തീർത്തും അസംതൃപ്തനായിരുന്ന അനിൽകുമാറിന് റവന്യൂ കിട്ടിയപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റായ അനിൽ വേണ്ടെന്ന് വെച്ച വൈദ്യുതി സണ്ണി ജോസഫിന് ഏറ്റെടുക്കേണ്ടി വന്നു. വൈദ്യുതി വകുപ്പിനൊപ്പം പരിസ്ഥിതി കൂടി സണ്ണിക്ക് നൽകിയതോടെ KECBയുടെ വൻകിട പദ്ധതികൾക്ക് ഇനി പരിസ്ഥിതി മന്ത്രി തന്നെ അനുമതി നൽകേണ്ട വിചിത്ര സാഹചര്യമാണ്. സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ യുവ സാന്നിധ്യമായി മാറുന്നത് ലിജുവാണ്. പരമപ്രധാനമായ എക്സൈസും സഹകരണവും ഒരുമിച്ച് കൈപ്പിടിയിൽ ഒതുക്കിയത് ലിജുവിന് നേട്ടമായി മാറി. ടൂറിസവും സാംസ്കാരികവും ഒരുമിച്ച് കിട്ടിയ PC വിഷ്ണുനാഥും ഒട്ടും മോശമാക്കിയിട്ടില്ല. ആഭ്യന്തരത്തിനൊപ്പം സ്വന്തം ജില്ലയായ ആലപ്പുഴയെ ഓർത്ത് കയർ വകുപ്പ് കൂടി വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ വാശിയും മുഖ്യമന്ത്രി അംഗീകരിച്ചു നൽകിയിട്ടുണ്ട്. സമരനായിക ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ, വനിതാ ശിശുക്ഷേമം എന്നിവയ്ക്കൊപ്പം അവസാന നിമിഷം മിൽമയും മൃഗസംരക്ഷണവും കൂടി നൽകി സംതൃപ്തയാക്കി. മുസ്ലിം ലീഗിൽ പൊതുമരാമത്ത് വകുപ്പിനായി വൻ വടംവലിയാണ് നടന്നത്. ജൂനിയറായ VL അബ്ദുൾ ഗഫൂറിന് പൊതുമരാമത്ത് നൽകാൻ പാർട്ടിയിലെ ഒരു വിഭാഗം കരുക്കൾ നീക്കിയെങ്കിലും അതെല്ലാം അതിജീവിച്ചാണ് മുതിർന്ന നേതാവ് PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ് സ്വന്തമാക്കിയത്. കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായത്തിനൊപ്പം പിണറായിയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിലിരുന്ന IT കുടി ലഭിച്ചു. അതേസമയം ഘടകകക്ഷിയായ CMPയുടെ CP ജോൺ സഹകരണം ലക്ഷ്യമിട്ടെങ്കിലും ലഭിച്ചത് ഗതാഗതമാണ്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ KSRTCയെ ലാഭത്തിൽ കൊണ്ടുപോവുക എന്ന ശ്രമകരമായ ദൗത്യം CP ജോണിൽ നിക്ഷിപ്തമായി. വനം വകുപ്പ് കിട്ടിയ ഷിബു ബേബി ജോണും ചോദിച്ച ഭക്ഷ്യം കിട്ടിയ അനൂപ് ജേക്കബും അസംതൃപ്തരല്ല. അധികാരമേറ്റ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും താൽപര്യങ്ങളെയും അട്ടിമറിച്ചുള്ള ഈ വകുപ്പ് വിഭജനം സതീശൻ സർക്കാരിന്റെ വരും ദിവസങ്ങളിലെ പോക്ക് എങ്ങോട്ടാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മുൻ സർക്കാരിൽ പിണറായി വിജയൻ കൈകാര്യം ചെയ്ത വകുപ്പുകളേക്കാൾ കൂടുതൽ വകുപ്പുകൾ VD സതീശൻ ഇക്കുറി കൈകാര്യം ചെയ്യുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രിയുടെ വകുപ്പായിരുന്ന IT ഇപ്പോൾ വ്യവസായത്തിനൊപ്പം PK കുഞ്ഞാലിക്കുട്ടിക്ക് കൈമാറി. തുറമുഖം, റെയിൽവേ, മെട്രോ റെയിൽ, കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതിൽ സതീശന്റെ വികസന സ്വപ്നങ്ങൾ പ്രതിഫലിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് അഭിമുഖങ്ങളിൽ കോസ്റ്റൽ ഷിപ്പിംഗിനെ കുറിച്ചടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ തീരമേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന തീരനഗര ഇടനാഴി എന്ന സങ്കല്പം മുഖ്യമന്ത്രി നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. തീരം കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കുതിപ്പേകുന്ന ദീർഘകാല സമാന്തര വികസന പദ്ധതിയാണ് സ്വപ്നങ്ങളിൽ. ഇതെല്ലാം ഫലം കണ്ടാൽ കേരളത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗത നൽകാൻ VDS സർക്കാരിന് കഴിയും. വിഷണറിയായ മുഖ്യമന്ത്രി എന്ന സൽപ്പേര് ഇപ്പോൾ VD സതീശനുണ്ട്. അത് സാക്ഷാത്കരിക്കാനുള്ള പദ്ധതികൾ തനിക്കുണ്ടെന്ന് തെളിയിക്കുന്നതാണ് വകുപ്പ് വിഭജനത്തിൽ മുഖ്യമന്ത്രി കാണിച്ച ജാഗ്രത.